ഈസ്റ്റർ അതിജീവനത്തിൻ്റെ പാഠപുസ്തകം. മലയാളത്തിലെ എക്കാലത്തെയും പ്രസിദ്ധമായ ഒരു നോവലാണ് ബെന്യാമിൻ്റെ ആടുജീവിതം. വല്ലാതെ മരണവക്രത്തിൽ പെട്ടുപോകുന്ന ഒരു മനുഷ്യൻ, മരുഭൂമിയോടും അതിലെ ചൂടിനോടും മണൽക്കാറ്റിനോടും പൊരുതി അതിനെ അതിജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ് ഈ പുസ്തകം. അത്തരമൊരു അതിജീവനത്തിൻ്റെ കഥയാണ് ഈസ്റ്ററും പറയാനുള്ളത്. വെള്ളിയാഴ്ച ഒരു ബലിയാട് കണക്കെ കുരിശിൽ കിടന്ന് പടയാളിയുടെ അടിയും കൊണ്ട് കുത്തേറ്റ് കുരിശിൽ മരിച്ചു വീണവനാണ് നമ്മുടെ ഹീറോ. അതിനർത്ഥം നമ്മുടെ ഹീറോ തോറ്റുപോയി എന്നല്ല. അവനാണ് 3 ദിവസങ്ങൾക്ക് ശേഷം തന്നെ പരിഹസിച്ചവരെയും കുത്തി മുറിവേൽപ്പിച്ചവരെയും കുരിശിൽ തറച്ചവരെയും തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുന്നത്. ഈസ്റ്റർ നൽകുന്ന ഒരു പ്രധാന സന്ദേശം ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്കെല്ലാവർക്കും സാധ്യമാണെന്നാണ്. നമ്മൾ എത്ര നിരാശയിലും അപകടത്തിലും പരാജയത്തിൻ്റെയും മരണത്തിൻ്റെയും നിഴലിലാണെങ്കിലും തളരരുത്. ആടുജീവിതത്തിലെ മനോഹരമായ വാക്യം ഇങ്ങനെയാണ്: നജീബേ, മരുഭൂമിയുടെ ദത്തുപുത്ര, നീ തളരരുത്. മരുഭൂമിയിലെ മണൽക്കാറ്റും തീനാളങ്ങളും നിൻ്റെ ജീവനെ ചോദിക്കും. നീ വിട്ടുകൊടുക്കരുത്, കാരണം നീ ജീവിച്ചിരിക്കേണ്ടത് നിൻ്റെ ആവശ്യമാണ്. വല്ലാത്തൊരു പ്രതീക്ഷയാണ് കഥ നമുക്ക് തരുന്നത്. എന്ന് പറഞ്ഞാൽ എത്ര കഷ്ടപ്പെട്ടാലും മുറിവേറ്റാലും തകർന്നു പോയാലും ഒരു തിരിച്ചുവരവുണ്ട്, ഒരു വിജയമുണ്ട്. അതിന് ദൈവം നമ്മളെ ഒരുക്കുന്നുണ്ട്. ഈസ്റ്റർ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഈ അതിജീവനത്തിൻ്റേതാണ്. ഫെസ്റ്റിവൽ ഓഫ് ഹോപ്പ്. ആമസോൺ കാടുകളിൽ വിമാനം തകർന്നു കാണാതായ കുട്ടികൾക്ക് വേണ്ടി അവർ നടത്തിയ തിരച്ചിലിന് നൽകിയ പേര് ഓപ്പറേഷൻ ഹോപ്പ് എന്നാണ്. ഏറെ ദിവസങ്ങൾക്ക് ശേഷം ആ കുട്ടികളെ അവർ കണ്ടെത്തുകയും ചെയ്തു. പ്രതീക്ഷ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാന പാഠം പ്രതീക്ഷയാണ്. ദൈവിക ഗുണങ്ങളിൽ രണ്ടാമത്തേതാണ് പ്രത്യാശ. സത്യത്തിൽ വിശ്വാസം എന്ന ഗുണവും ഈ പ്രത്യാശയിൽ അടങ്ങിയിരിക്കുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത്. കേരളത്തിലെ ആത്മഹത്യ ചെയ്യുന്നവർ, വിഷാദരോഗത്തിലേക്ക് വീണുപോകുന്നവർ എന്നിവരുടെ കണക്ക് സൂചിപ്പിക്കുന്നത് പ്രത്യാശയില്ലാത്ത ഒരു തലമുറയാണ് ഇവിടെ വളർന്നു വരുന്നതെന്നാണ്. നമ്മുടെ പ്രത്യാശയുടെ മാർപ്പാപ്പയായി കണക്കാക്കപ്പെടുന്നത് ജോൺ പോൾ രണ്ടാമനെയാണ്. അദ്ദേഹം പറയുന്നത്, എത്ര നിരാശകരമായ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നതെങ്കിലും പ്രത്യാശയുടെ ഒരു കിരണം നമുക്ക് മുന്നിലുണ്ട്. അത് കണ്ടെത്തണം. അതുതന്നെയാണ് കാര്യം. Sometimes God pushes us into darkness to prove that He is the light എന്ന് പറയാറില്ലേ? അതാണ് പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിലെ പ്രത്യാശ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. അപരൻ്റെ ജീവിതത്തിലേക്ക് പ്രത്യാശയുടെ കിളിവാതിലായി മാറുക. ഈസ്റ്റർ എന്ന വാക്കിൻ്റെ അടിസ്ഥാന അർത്ഥം നോക്കിയാൽ കിട്ടുന്ന ഒരർത്ഥം ഉദയം, പ്രഭാതം എന്നാണ്. എല്ലാ ഇരുളിനും അപ്പുറം ഒരു വെളിച്ചം, ഉദയം ഒളിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് നിരാശപ്പെടേണ്ട. ഉത്ഥാനം ചെയ്ത ക്രിസ്തു ആദ്യം പറഞ്ഞ വാക്ക് ഭയപ്പെടേണ്ട എന്നാണ്. മത്തായിയുടെ സുവിശേഷപ്രകാരം ആ വാക്കാണ് ഏറ്റവും ആദ്യത്തേത്. ജീവിതം എത്ര സങ്കടത്തിലാണോ, പ്രശ്ന കലുഷിതമാണോ, പേടിക്കേണ്ട. ഒരു ഈസ്റ്റർ ഉദയം ജീവിതത്തിൽ ഉറപ്പാണ് ഉണ്ടാകും. ജീവിതം മുഴുവൻ പ്രശ്നമാണെങ്കിലും എല്ലാം ശരിയാവും എന്ന് പറയാറില്ലേ? അതാണ് ഈസ്റ്റർ. നീ എന്തിനാ സങ്കടപ്പെടുന്നത്, കരയുന്നത്? ഈശോ തന്നെ മഗ്ദലന മറിയത്തോട് ചോദിച്ചത് അതാണ്. ഭയപ്പെടേണ്ട, പ്രത്യാശയിലാണ് നമ്മുടെ രക്ഷ എന്നല്ലേ സ്ഥാനമൊഴിഞ്ഞ മാർപ്പാപ്പ പറഞ്ഞ ഈ സ്പെസ് സെൽവി. ഈ മുക്കുവരുടെ ഇടയിൽ 3-ാം പൊക്കം എന്നൊരു ചിന്തയുണ്ട്. കടലിൽ പോയ ഒരാളെ 3-ാം ദിവസം കടലമ്മ തിരിച്ചു കൊണ്ടുതരും, ജീവനോടെയോ അല്ലാതെയോ എന്ന് സാരം. എന്ന് വെച്ചാൽ പ്രത്യാശയുടെ വലിയ സന്ദേശം ഈസ്റ്റർ എന്ന 3-ാം പക്കം നമുക്കും നൽകുന്നുണ്ട്. സഹനം, പരാജയം, മരണം ഇതൊന്നും അവസാനമല്ല, എന്തിനും ഒരു തിരിച്ചുവരവുണ്ട് എന്നുള്ള പ്രത്യാശയുടെ ഉത്സവമാണ് ഈസ്റ്റർ. പാതിരാ കുർബാന കഴിഞ്ഞ് പള്ളിമേടയിൽ വന്നു അതുവരെയുള്ള 50 ദിവസത്തിൻ്റെ പോരായ്മ നികത്തിക്കൊണ്ട് കിട്ടുന്നതെല്ലാം വാരി വലിച്ച് കഴിച്ച് ഒരു നോമ്പ് വിടലുണ്ട്. എല്ലാം ഒരു അതിജീവനത്തിനായിട്ടാണല്ലേ? ആർത്തി കാണിക്കലല്ല അതിജീവനം.